ഒരിടത്തൊരിടത്ത് കാശിക്കുട്ടൻ എന്നൊരു കൊച്ചുമിടുക്കൻ താമസിച്ചിരുന്നു. അവന്റെ വീട്ടുമുറ്റത്തെ ചെത്തിപ്പൂക്കളെ അവന് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കാശിക്കുട്ടൻ പൂക്കൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവനൊരു ശബ്ദം കേട്ടു. മേ, മേ. അതൊരു കുഞ്ഞാട്ടിൻകുട്ടിയായിരുന്നു. അയ്യോ, നീ ആരാ? എവിടെ നിന്ന് വന്നു? നിന്റെ അമ്മ എവിടെ പോയി? കാശിക്കുട്ടൻ മെല്ലെ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു. അവൻ ആടിനെ തന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. കാശിക്കുട്ടൻ ആടിന് മണിക്കുട്ടൻ എന്ന് പേരിട്ടു. അവർ പെട്ടെന്ന് കൂട്ടുകാരായി. മണിക്കുട്ടൻ കാശിക്കുട്ടൻ പോകുന്നിടത്തെല്ലാം കൂടെ പോയിരുന്നു. അവർ പറമ്പിലൂടെ ഓടിയും ഒളിച്ചും പാത്തും കളിച്ചു. മണിക്കുട്ടൻ പുല്ലുകൾ ചായ്ക്കുമ്പോൾ കാശിക്കുട്ടൻ ഊറി ചിരിക്കുമായിരുന്നു. രാത്രിയാകുമ്പോൾ മണിക്കുട്ടൻ കാശിക്കുട്ടന്റെ അടുത്ത് ചുരുണ്ട് കിടന്നുറങ്ങും. പക്ഷെ ചിലപ്പോൾ എന്ന് നീട്ടി വിളിച്ച് അവൻ കരയുമായിരുന്നു. അവൻ അവന്റെ അമ്മയെ ഓർത്ത് സങ്കടപ്പെടുമെന്ന് കാശിക്കുട്ടന് മനസ്സിലായി. അപ്പോഴൊക്കെ സാരമില്ല മണിക്കുട്ട, കാശിക്കുട്ടൻ പറയാറുണ്ടായിരുന്നു. നാളെ നമുക്ക് നിന്റെ അമ്മയെ അന്വേഷിക്കാം. പിറ്റേന്ന് രാവിലെ അവർ യാത്ര തുടങ്ങി. അങ്ങനെ അവർ ഒരു പുഴക്കരയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴതാ കുറച്ചകലെയായി ഒരു കൂട്ടം ആടുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കാശിക്കുട്ടൻ കണ്ടു. ഉടനെ തന്നെ മണിക്കുട്ടൻ ഒരു വലിയ ആടിന്റെ അടുത്തേക്ക് ഓടിപ്പോയി സന്തോഷത്തോടെ മേ മേ എന്ന് നിലവിളിച്ചു. അതായിരുന്നു മണിക്കുട്ടന്റെ അമ്മ. കാശിക്കുട്ടന് കുറച്ച് ദുഃഖം തോന്നിയെങ്കിലും അവൻ ചിരിച്ചു. പോയി വരൂ മണിക്കുട്ട, നീ സന്തോഷമായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. കാശിക്കുട്ടൻ അവർക്ക് ടാറ്റ കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു.